ഏറെ സർപ്രൈസുകളുമായി എത്തിയ 2020 സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് വീണ്ടും തിരിച്ചടി. പെരുമ്പാവൂരിലെ സ്ഥാനാർത്ഥി ലക്ഷ്മിപ്രിയയ്ക്ക് പിന്നാലെ ഏറ്റുമാനൂരിലെ സ്ഥാനാർത്ഥി വീണ നായർക്കും തെരഞ്ഞെടുപ്പിൽ വോട്ടില്ല എന്ന് കണ്ടെത്തി. ഇതോടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വീണ നായർ കലക്ടർക്ക് അപേക്ഷ നൽകി. എന്നാൽ വോട്ട് ചേർക്കാൻ സമയമെടുക്കുമെന്നതിനാൽ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുന്നുവെന്ന് വീണ നായർ അറിയിച്ചു. ഇതോടെ ശാസ്ത്രീയ സംഗീതജ്ഞയും നർത്തകിയുമായ ആതിര ഡി നായരെ ഏറ്റുമാനൂരിലെ പുതിയ സ്ഥാനാർത്ഥിയായി 2020 പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസം വോട്ടില്ല എന്ന് കണ്ടെത്തിയ പെരുമ്പാവൂരിലെ സ്ഥാനാർത്ഥി ലക്ഷ്മിപ്രിയയ്ക്ക് പകരം മുൻ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ജിബി പാത്തിക്കലും സ്ഥാനാർത്ഥിയാകും. എന്നാൽ സ്ഥാനാർത്ഥികളുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു സാബു എം ജേക്കബിന്റെ പ്രതികരണം. വിവിധയിടങ്ങളിൽ വോട്ട് പരിഷ്കരണം മൂലമുള്ള പ്രശ്നമുണ്ടായെന്നും അതിന്റെ ഭാഗമായുണ്ടായ സാങ്കേതിക പിഴവ് ആണെന്നുമായിരുന്നു സാബു ജേക്കബ് പറഞ്ഞത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ കാണിച്ച തിടുക്കം 2020 വിനയായോ? സെലിബ്രിറ്റി സ്ഥാനാർത്ഥികളെ ലഭിച്ച ആവേശത്തിൽ അവർക്ക് വോട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സാബു എം ജേക്കബ് മറന്നുപോയോ? ആദ്യം കാണാം RDX റാപ്പ്. ഏറ്റുമാനൂരിലെ സ്ഥാനാർത്ഥി നടി വീണ നായർക്കും വോട്ടർ ലിസ്റ്റിൽ പേരില്ലെന്ന് വ്യക്തമായതോടെ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് 2020. നാളെ നാമനിർദ്ദേശ പത്രിക നൽകാനിരിക്കെയാണ് വീണ നായർക്ക് വോട്ടർ പട്ടികയിൽ പേരില്ല എന്ന് മനസ്സിലായത്. വിഷയത്തിൽ വീണ നായർ കോട്ടയം കളക്ടറെ സമീപിച്ചിട്ടുണ്ട്. നേരത്തെ പെരുമ്പാവൂരിലെ 2020 സ്ഥാനാർത്ഥി നടി ലക്ഷ്മിപ്രിയയുടെ പേരും വോട്ടർ പട്ടികയിലില്ലെന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഇന്നലെ നടക്കേണ്ടിയിരുന്ന ലക്ഷ്മിപ്രിയയുടെ റോഡ് ഷോ റദ്ദാക്കി. കേന്ദ്രമന്ത്രി ഭൂപതി രാജു ശ്രീനിവാസ വർമ്മ വേദിയിലെത്തിയപ്പോഴാണ് ലക്ഷ്മിപ്രിയയുടെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ലെന്ന വിവരം പുറത്തറിഞ്ഞത്. ഇതോടെ സ്ഥാനാർത്ഥിയുടെ അഭാവത്തിൽ റോഡ് ഷോയ്ക്ക് പകരം പദയാത്ര നടത്തി പ്രചാരണ പരിപാടി അവസാനിപ്പിക്കുകയായിരുന്നു. ലക്ഷ്മിപ്രിയയ്ക്ക് പകരം കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റായിരുന്ന ജിബി പാത്തിക്കൽ 2020 സ്ഥാനാർത്ഥിയാകും. കഴിഞ്ഞ ദിവസമാണ് സിനിമ, സീരിയൽ, റിയാലിറ്റി ഷോ താരങ്ങൾക്ക് കൂട്ടത്തോടെ സീറ്റ് നൽകി 2020 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. വോട്ടർ പട്ടികയിൽ പേര് പോലും ഇല്ലാത്ത സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിൽ കടുത്ത അതൃപ്തിയിലാണ് BJPയുടെ സംസ്ഥാന നേതൃത്വം. RDX റാപ്പ് ന്യൂസ് മലയാളം. 2020 തുടരുമെന്നും ഏറ്റുമാനൂരിൽ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങുമെന്നും നടി വീണ നായർ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതുകൊണ്ട് പേരുണ്ടാകാം എന്ന് കരുതിയെന്നും വീണ നായർ പറഞ്ഞു. എൻ്റെ വിശ്വാസം ചങ്ങനാശ്ശേരി ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ, എനിക്കവിടെ വോട്ടുണ്ട്. പിന്നെ അത് നമ്മളിനി വേറെ തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല എന്നൊരു തോട്ട് തന്നെയായിരുന്നു. 17-ാം തീയതിയാണ് ഇത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അവർ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കുമാണ് പണ്ട് ഞാൻ വോട്ട് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്, അതിൻ്റെ ഫോട്ടോയും പ്രിൻറ്റും എല്ലാം അവരെനിക്ക് അയച്ചു തന്നു. പക്ഷേ ഇപ്പോൾ അതിനകത്ത് ലിസ്റ്റിലില്ല. ഇനി മുന്നോട്ട് ഇവിടെ ആര് വന്നാലും അവരുടെ കൂടെ പ്രചാരണത്തിന് ഞാൻ ഉണ്ടാവും. SIRൽ വന്ന വിലാസത്തിലെ പ്രശ്നം കാരണമാണ് വോട്ടർ പട്ടികയിൽ പേരില്ലാതാകാൻ കാരണമെന്ന് നടി ലക്ഷ്മിപ്രിയ പറഞ്ഞു. പരിഹാസ കമന്റുകളിൽ തളരില്ല, താൻ തന്നെയാണ് വേറെ സ്ഥാനാർത്ഥിയെ വെക്കണമെന്ന് ആവശ്യപ്പെട്ടതെന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞു. വോട്ടില്ല എന്നത് ശരിയാണ്. കാരണം അത് പിന്നെ ഒരു അഡ്രസ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടെക്നിക്കൽ എറർ കൊണ്ട് സംഭവിച്ച ഒരു കാര്യമാണ്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് 22-ാം തീയതി മാത്രമായിരിക്കും ആ ഡോക്യുമെന്റ് ഔദ്യോഗിക ഒരു രേഖയായിട്ട് നമ്മുടെ കയ്യിലേക്ക് ലഭിക്കുക. പാർട്ടി ആ റിസ്ക് എടുക്കാൻ 2020 ആ റിസ്ക് എടുക്കാൻ തയ്യാറാണ് എന്ന് എന്റെ അടുത്ത് പറഞ്ഞിരുന്നുവെങ്കിലും ഞാനാണ് പാർട്ടിയോട് പറഞ്ഞത്, ഞാൻ ധൈര്യപൂർവ്വം ഞാൻ ഇതിൽ നിന്ന് പിന്മാറാം, ധൈര്യപൂർവ്വം വേറൊരാളിനെ വെച്ചുകൊള്ളൂ എന്ന് ഞാനാണ് പറഞ്ഞിരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ സ്ഥാനാർത്ഥികളുടെ പേരില്ലാത്ത സംഭവത്തിൽ 2020 അധ്യക്ഷൻ സാബു എം ജേക്കബും പ്രതികരിച്ചു. പെരുമ്പാവൂരിൽ പകരം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഏറ്റുമാനൂരിലും ഉടൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ദേശീയ പാർട്ടിക്ക് അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നും സാബു എം ജേക്കബ് ചെറുതായി പരിഹസിച്ചു. തിങ്കളാഴ്ചയാണ് ലാസ്റ്റ് ഡേറ്റ്. ഇന്ന് വ്യാഴാഴ്ച വൈകുന്നേരമായിട്ടും ഒരു ദേശീയ പാർട്ടിക്ക് അവരുടെ പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടില്ല. ഞങ്ങൾ വളരെ ചെറിയൊരു പാർട്ടിയാണ്. ഞങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഡൽഹിക്ക് പോകേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ഈ കേരളത്തിൽ തന്നെ കേരളത്തിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് ഞങ്ങൾ ഇന്നത്തോട് കൂടിയിട്ട് ഏറ്റവും ആദ്യമായിട്ട് ഞങ്ങൾ എല്ലാ സ്ഥാനാർത്ഥികളെയും പൂർണ്ണമായിട്ട് ഞങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞു. അവർക്ക് സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കാൻ ഡൽഹിക്ക് പോകേണ്ട കാര്യം പോലും ഇല്ല. കുന്നത്താട്ടും തീരുമാനിച്ചാൽ മതി. എന്നിട്ടും തെറ്റിച്ചു ഇങ്ങനെ. എന്താ തോന്നുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സംസാരിച്ചാണ്. അന്ന് ഹർഷൻ ചേട്ടനായിരുന്നുണ്ടായിരുന്നത്. എപ്പോഴും എനിക്ക് തോന്നുന്നതാണ് ഇവർക്ക് സത്യത്തിലൊരു റീ എൻട്രി കിട്ടിയതാണ് ഈ 2020 എന്നുള്ളത്. NDAയിലോടുകൂടി ഒരു ലൈഫ് ലൈനൊക്കെ വന്നതാണ്. അതിലാണ് അവർ ഈ അവസ്ഥയിൽ അതിനെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. എങ്കിലും ഈ 2020 എന്ന് പറയുമ്പോൾ ഒരു ഹ്രസ്വ ഓവർ ക്രിക്കറ്റാണെന്ന് നമുക്കറിയാം. തുടങ്ങുമ്പോൾ തന്നെ അങ്ങ് വെടിക്കെട്ടും ഉടൻ റിസൾട്ടും, ഇതാണ് അതിൻ്റെ ഒരു പരിപാടി. അപ്പോൾ ഭയങ്കര ആകർഷണമായിരുന്നു എല്ലാവർക്കും, ക്രിക്കറ്റ് ആരാധകർക്കൊക്കെ. കാരണം ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 5 ദിവസം നമ്മൾ കാത്തിരിക്കണം. ഏകദിനം എന്ന് പറഞ്ഞാൽ ഒരു 50-100 ഓവർ മുഴുവൻ
നമ്മളിത് കാണണം. 50 ഓവർ കാണണമെന്നില്ല, ഒരു ടീമിൻ്റെ അങ്ങനെ കാണണമെന്നില്ല. എങ്കിൽ പോലും ഇതെല്ലാം സമയം കൊല്ലികളാണ്, പടപടയുന്നതും കഴിയും. അപ്പോൾ വലിയ ആകർഷണമായിരുന്നു എല്ലാവർക്കും 2020യോട്. അതേ അവസ്ഥയിലായിരുന്നു ഇവർ വന്നിരുന്നത്. തുടങ്ങിയപ്പം വൻ വെടിക്കെട്ടായിരുന്നു, ഒരു ഭയങ്കര സംഭവം. എറണാകുളത്തിൻ്റെ ഒരു വശത്ത് കുറേ ആളുകൾ അവരങ്ങ് അവിടുത്തെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കുറേ സീറ്റുകൾ പിടിക്കുന്നു, ഭരണം രൂപീകരിക്കുന്നു, ഭയങ്കര വികസനം, റോഡുകൾ, വലിയ ചിത്രങ്ങൾ വരുന്നു വ്യാപാര സ്ഥാപനങ്ങളിൽ, റോഡുകളിലേക്ക്. അങ്ങനെ ഒരു പിന്നെ ഇതും 2020 കണ്ട ആളുകൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാവുകയും ഇതങ്ങനെയല്ലെന്നും സാധാരണ ഒരു ഫോർമാറ്റായി. ക്രിക്കറ്റിലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ അവസ്ഥ. ഇപ്പോൾ 2020 ഏകദിനമൊക്കെ എല്ലാവരും ഏറെക്കുറെ ഒരുപോലെയൊക്കെയാണെന്ന് ഒരു സാധാ ഫോർമാറ്റിലേക്ക് മാറി. ഇപ്പോൾ നിലവിൽ എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഇവരും വലിയ ഈ റീ എൻട്രിയിൽ അതായത് NDAയിൽ ചേർന്നതിന് ശേഷം BJPയുമായി കൈകോർത്തതിന് ശേഷം ഇവർക്ക് ഒരു വലിയ റീ എൻട്രി ആയിരുന്നു. ഒരു വെടിക്കെട്ട് പോലെ വീണ്ടും തുടങ്ങിയവർ. അങ്ങനെയായിരുന്നു അഖിൽമാരെ കൊണ്ടുവരുന്നു. രണ്ടാമതൊരു ബിഗ് ബോസ് വീണ്ടും ഓർഗനൈസ് ചെയ്യുന്നത് പോലെയൊക്കെയായിരുന്നു കിറ്റക് സാബു ഇതിനെ ആ വിധത്തിലാണ് ഇതിനെ സ്വാംശീകരിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വീണ്ടും കൊണ്ടുവന്ന് ഇങ്ങനെ താരപ്പൊലിമയിൽ വലിയ ഈ സീരിയൽ കാണുന്നവർക്കും മിനി സ്ക്രീനിലുള്ളവർക്കും ഈ സിൽവർ സ്ക്രീൻ വലിയ ഉള്ളവർക്കൊക്കെ പരിചിതങ്ങളായ മുഖങ്ങളെ വെച്ചുകൊണ്ട് ഇവർ വലിയ ലോഞ്ച് നടത്തുന്നു. എല്ലാവരും വലിയ പ്രതികരണങ്ങൾ നടത്തുന്നു. ഇനി ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്, വോട്ട് ചോദിക്കുകയാണ് എന്ന് പറയുന്നു. പക്ഷേ വകതിരിവ് വട്ടപൂജ്യം എന്ന് പറഞ്ഞ അവസ്ഥയായിപ്പോയി ഇവരുടേത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിക്ക് വോട്ടുണ്ടോ എന്ന് അവർ പോലും പരിശോധിച്ചിട്ടില്ല. SIR വന്നപ്പോൾ നമ്മളടക്കം പോയി നോക്കിയതാണ് നമ്മുടെ പേരുണ്ടോ, ഇത് ഉറപ്പിക്കാനാവുന്നുണ്ടോ എന്നുള്ളത്. അതൊരു സാധാ വോട്ടറിൻ്റെ നമ്മുടെ അവകാശം വിനിയോഗിക്കാൻ വേണ്ടി നമ്മൾ ഈ ലിസ്റ്റിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണ്ടേ? അതുപോലും ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സ്ഥാനാർത്ഥികളായി ഇവരെ പർച്ചേസ് ചെയ്യുന്ന ഘട്ടത്തിലെങ്കിലും സാബുവും ജേക്കബെങ്കിലും ഇതൊന്ന് പരിശോധിക്കണ്ടേ, ഇവർക്ക് വോട്ടുണ്ടോ എന്നുള്ളത്. ഇനി പോട്ടെ എന്ന് വിചാരിക്കാം, ഏതായാലും NDAയുമായി കൈകോർത്ത അക്കാര്യത്തിലൊക്കെ BJP നല്ല നിലക്ക് പ്രവർത്തിച്ചു പോകുന്നവരാണ്. കാര്യം അവർ വോട്ടൊക്കെ ഉണ്ടോ എന്ന് നോക്കും, എന്നിട്ട് അങ്ങനെയുള്ള ആളുകളെ തന്നെയാണ് വെക്കുന്നത്. അവർ കാലങ്ങളായി ഇവിടെ മത്സരിച്ച് പോവുകയാണല്ലോ ഇപ്പോൾ, എല്ലാ സമയത്തും, ശക്തി ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും. ആ ഘട്ടത്തിലെങ്കിലും അവരോടെങ്കിലും ഒരു അഭിപ്രായം ചോദിക്കുകയോ ആ രീതിയിൽ ഇതിൻ്റെ ചിട്ടവട്ടങ്ങൾ എന്താണെന്നൊന്ന് പഠിക്കുകയെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരുന്നു എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അത് തന്നെയാണ്. അതായത് ഇതിന് സമാനമായ സംഗതി ഉണ്ടായത് ഓർമ്മയില്ലേ? VM ബിനു കേരളത്തിലെ പ്രധാനപ്പെട്ട വലിയ ഹിറ്റൊക്കെ ഉണ്ടാക്കിയുള്ള സംവിധായകനാണ്. പക്ഷേ ഇതുപോലെ വന്ന് മത്സരിക്കാൻ വേണ്ടി നിന്നപ്പോൾ ഇതുപോലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല. കോഴിക്കോട് മേയർ സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതൊരു സംഭവമായിട്ട് നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കെ പോലും ദേ കിടക്കുന്നു 2020 രണ്ടുപേരും. ഇതിപ്പോൾ ശ്യാമലിക്ക് അറിയാലോ, അതായത് നമ്മുടെ ബ്രാൻഡുകൾ വിൽക്കാനും പിന്നെ ഇൻകം ടാക്സുകാർ സ്ഥിരമായി ചെയ്യുന്നൊരു പരിപാടി, ഇൻകം ടാക്സിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യകതയെക്കുറിച്ച് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ സിനിമാ താരങ്ങളെ ഉപയോഗിക്കുക. അവർ ഇൻകം ടാക്സ് അടച്ചു എന്നൊക്കെ പറഞ്ഞാൽ അവരെ പരസ്യത്തിന് ഉപയോഗിക്കും. സിനിമാ താരങ്ങൾ എന്തിനും, ഇപ്പോൾ സോപ്പ്, ജീപ്പ്, കണ്ണാടിയൊക്കെ വിൽക്കാനും സിനിമാ താരങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ നാട്ടിലെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് നാട്ടുകാരെ പഠിപ്പിക്കാനായിട്ടാണ് ഇപ്പോൾ ഈ സെലിബ്രിറ്റികൾ ഉപയോഗിക്കപ്പെടുന്നത്. കാരണം അതിലേറ്റവും പ്രാഥമികമായ പാഠം എന്താണ്? നിങ്ങൾ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ഇടപെടണമെങ്കിൽ നിങ്ങൾക്ക് വോട്ടുണ്ടാകണം എന്ന ഒന്നാമത്തെ പാഠം പഠിപ്പിക്കാനായിട്ടാണ് ഇവരെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ. അതായത് ആ കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് രാഷ്ട്രീയത്തിലേക്ക് വരാൻ പറ്റൂ. അതായത് ഇത് ആദ്യം തന്നെ ചെന്ന് നോക്കേണ്ടത് ഈ കാര്യമാണ് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അതായത് അതിപ്പോൾ VM ബിനുവിനെ പോലെ വലിയ സംവിധായകരാണെങ്കിലും അതെ, ഈ പറയുന്ന സീരിയൽ രംഗത്തുള്ള ആളുകളാണെങ്കിലും അതെ. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരിൽ ഒരാൾ എന്ന് വെച്ചാൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണല്ലോ. അദ്ദേഹം സിനിമാ മേഖലയിലെ ഏറ്റവും വലിയ പദവിയിലിരിക്കുന്ന ആളാണ്. നമുക്ക് 3 സൂപ്പർ താരങ്ങളേ ഉള്ളൂ. അതിലൊരാൾ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവുമാണ്. അവരുടെ ഏക MP ആണ് ഇവിടെ എന്നുള്ളത്, കേന്ദ്രമന്ത്രിയുമാണ്. അപ്പോൾ അദ്ദേഹം മുൻകൈ എടുത്തിട്ട് ഞാനിപ്പോൾ സിനിമാക്കാരെ ആകെ അവമാനിക്കാമെന്ന് വിചാരിക്കുന്നത് ശ്യാമലയുടെ ഉള്ള ഒരാളാണ്, അപ്പോൾ അങ്ങനെ വിചാരിക്കരുത്. പക്ഷേ ഈ പറയുന്ന രാഷ്ട്രീയത്തിൽ ഇടപെടാൻ വേണ്ടി പോകുന്ന സിനിമാ പ്രവർത്തകർക്ക് ഒരു ക്ലാസ് കൊടുക്കാനായിട്ട് സുരേഷ് ഗോപി അമ്മയോ മറ്റോ ഉപയോഗിച്ചിട്ട് അങ്ങനെ ഒരു ക്ലാസ് സംവിധാനം തുടങ്ങണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ സീരിയൽ രംഗത്തുള്ള ആൾക്കാർക്കാണെങ്കിൽ അവിടെ ആത്മ എന്ന പേരുള്ളൊരു സംഘടനയുണ്ട് അല്ലേ, ഗണേഷ് കുമാറാണ് അതിൻ്റെ തലപ്പത്തുള്ള ആളെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഗണേഷ് കുമാർ മുൻകൈ എടുത്തിട്ട് സീരിയൽ മേഖലയിലുള്ള രാഷ്ട്രീയത്തിൽ ഇടപെടാൻ താല്പര്യമുള്ള ആളുകൾക്ക് രാഷ്ട്രീയ മേഖലയിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനം മുന്നോട്ട് പോകുന്നത്, എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ടത്, വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകൾക്ക് മാത്രമേ ഈ സ്ഥാനാർത്ഥികളാകാൻ പറ്റുകയുള്ളൂ, സ്ഥാനാർത്ഥികളാകാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ആദ്യം നോക്കേണ്ടത് വോട്ടർ പട്ടികയിൽ എൻ്റെ പേരുണ്ടോ എന്നാണ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് ഒന്ന് പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങളുടെ മുൻകൈ എടുക്കണം സുരേഷ് ഗോപിയും ഗണേഷ് കുമാറും. സിനിമാ മേഖലയിൽ സുരേഷ് ഗോപി എടുക്കട്ടെ, അപ്പുറത്ത് ഗണേഷ് കുമാർ എടുക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് തീരെ ജാഗ്രത പുലർത്താതെയാണ് 2020 സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് എന്ന് തുടരെയുണ്ടായ 2 തിരിച്ചടികളിൽ നിന്ന് വ്യക്തമാണ്. സ്ഥാനാർത്ഥികളുടെ ജനപ്രീതിയെ വോട്ടാക്കി മാറ്റാനുള്ള നീക്കത്തിനിടെ അവർക്ക് വോട്ടുണ്ടോ എന്നുറപ്പിക്കാൻ മറന്നുപോകുന്നത് ഒട്ടും ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല. തുടരെ 2 സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ സമാനമായ വീഴ്ചയുണ്ടായതോടെ പാർട്ടി നിർത്തിയ സ്ഥാനാർത്ഥികളുടെ രാഷ്ട്രീയ ബോധ്യം തന്നെ
സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. സംഭവത്തെ കളിയാക്കുന്നവരെയും ഈ ഘട്ടത്തിൽ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമില്ലാത്തവർ മത്സരരംഗത്തെത്തുന്നത് മലയാളികൾക്ക് പരിചിതമാണെങ്കിലും ഇത്തരത്തിൽ ഉള്ളൊരു അശ്രദ്ധ ഉണ്ടാകുന്നത് കേട്ടുകേൾവിയില്ലാത്തതാണ്. BJP പ്രവർത്തകരടക്കം 2020-ക്കെതിരെ തിരിയുന്നതും ഈ പശ്ചാത്തലത്തിലാണ്. 2020-യുടെ കോർപ്പറേറ്റ് നിലപാടുകളടക്കം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു നിലയിൽ നിന്ന് ഇത്തരത്തിൽ അപഹാസ്യരാകുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തുന്നത് പാർട്ടിക്കും പ്രവർത്തകർക്കും ക്ഷീണമേൽപ്പിക്കുമെന്നതിലും തർക്കമില്ല. എന്തായാലും താർഡേക്സ് പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.